ഹായ് ഹലോ. അങ്ങനെ കാത്തിരുന്ന സുദിനെത്തി. അതായത് ലാസ്റ്റ് ഡേ ഓഫ് മൈ സ്കൂൾ. നാളെ മുതൽ സമ്മർ ബ്രേക്ക് സ്റ്റാർട്ട് ആവുകയാണ്. ഇസ്ലാമിക് ന്യൂ ഇയർ ലീവ് ഫ്രൈഡേ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിലേക്ക് ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നു. രാവിലെ തന്നെ ഞാൻ എൻ്റെ ക്ലാസ് റൂമൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ എൻ്റെ കബോർഡിലാക്കി വെച്ചു. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കൈൻഡ് ഓഫ് ഫോക്ക് ഡേ ആണ്. രാവിലെ പ്രിൻസിപ്പലിൻ്റെ വക വിഷൊക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നൊന്ന് കൈൻഡ് ഓഫ് ഒരു ഇമോഷണൽ ഡേ ആണെന്ന് പറയാം. കുട്ടികളുടെ സ്നേഹം കൂടുതൽ പ്രകടമാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അവരുടെ വക കുറേ വിഷ് കാർഡുകൾ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നൊരു സ്റ്റേറ്റ് ബാക്ക് ഡേ ആയിരുന്നതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ആ സമയം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. പാട്ടും ഡാൻസും ഫൺ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പുതുതായിട്ട് കൊണ്ടുവന്ന പി പാപ്പോ ഗെയിംസ്. ഇതിന്റെ റൂൾസ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആദ്യ റൗണ്ടിൽ തന്നെ ഞാൻ ഔട്ടായി. അടുത്തത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഏതാണ്ട് തെംസ്റ്റാറ്റ്സ് പോലെ. ഈ കാണിക്കുന്ന പുള്ളിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു. പക്ഷെ ഞങ്ങൾ മിണ്ടൂല. ഉത്തരം അറിയാമായിരുന്നിട്ടും തെറ്റുത്തരങ്ങൾ പറഞ്ഞ് മരിച്ചഭിനയിക്കുന്ന ഞങ്ങളുടെ സൂപ്പർവൈസറിനെ കണ്ടില്ലേ? ഇതാണ് ഗെയിം. ഉത്തരം പറയാണ്ട് ആളെ മാക്സിമം പറ്റിക്കുക. താൻ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞുള്ള പാവത്തിന്റെ ചിരിയായിരുന്നു അത്. ഇനി ഒന്നും അറിയാതെ അടുത്ത ആളെത്തി. മോഹിനിയാട്ടം ആയിരുന്നു. പിന്നെ ബിജുമേൻ പറയുന്ന പോലെ തോരൻ വന്നു, ഓലൻ വന്നു, 2 തരം പായസം വന്നു പറ്റിക്കപ്പെടാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി 1.5 മാസം കഴിഞ്ഞ് കാണാട്ടോ. പതിവ് കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഉറക്കം മാറ്റി വെച്ചിട്ട് പിന്നെയും കണ്ടുകൊണ്ടേയിരുന്നു. 4:30 കഴിഞ്ഞതായതുകൊണ്ട് കുറച്ച് ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുഞ്ഞുവിനെ എടുത്ത് കുഞ്ഞുവിന്റെ ബേബി സിറ്റിങ്ങിനും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇതാണ് ഇന്ന് അവന് കഫറ്റീരിയന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ ശരി, ബൈ.